നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. PM ശ്രീയിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി CPI. മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുന്നതടക്കം ചർച്ചയിൽ. നാളത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ സമയം മാറ്റി. തർക്കം ഭരണത്തെ ബാധിക്കില്ലെന്ന GR അനിൽ. പാർട്ടി പദ്ധതി മാറ്റേണ്ടി വരില്ലെന്ന് വി ശിവൻകുട്ടി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വീണ്ടും സഹായം. പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടോ എന്ന് ആരാഞ്ഞ ജയിൽ സൂപ്രണ്ടുമാർക്ക് ജയിൽ വകുപ്പ് മേധാവിയുടെ കത്ത്. പ്രതികളുടെ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമെന്ന ബൽറാം കുമാർ ഉപാധ്യായ. പ്രതികൾക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കുന്നതായി KK രമ. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയെ തുടർന്ന് പഠനം ഉപേക്ഷിച്ച് ബിരുദ വിദ്യാർത്ഥി. ന്യൂസ് 18 വാർത്തയിൽ മന്ത്രിയുടെ ഇടപെടൽ. താമരശ്ശേരി സ്വദേശി അർജുനെ അടിയന്തരമായി തിരികെ എത്തിക്കണമെന്ന് മന്ത്രി P പ്രസാദ്. ഫീസ് കൊടുക്കേണ്ടാത്ത വിദ്യാർത്ഥി പഠനം ഉപേക്ഷിച്ചത് മറ്റ് കാരണങ്ങൾ കൊണ്ടാകാമെന്ന് VC B അശോക്. ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ സ്തനം മുറിച്ചു മാറ്റിയതായി പരാതി. ആരോപണം കൊച്ചി കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിക്കെതിരെ. ആരോപണം തള്ളി ഡോക്ടർ ജോജോ ജോസഫ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വീട്ടമ്മയുടെ കുടുംബം. രാജ്യവ്യാപക SIR-ന് തുടക്കം. എതിർപ്പുമായി തമിഴ്നാടും പശ്ചിമബംഗാളും. സംസ്ഥാനത്ത് കളക്ടർമാരുടെ യോഗം വിളിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും നാളെ. മോന്ത ചുഴലിക്കാറ്റ് തീരത്തേക്ക്. അതീവ ജാഗ്രതയിൽ ആന്ധ്ര. 50,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. സംസ്ഥാനത്തും മഴ തുടരുന്നു. PM ശ്രീയിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ മന്ത്രിമാരെ രാജിവെപ്പിക്കുമെന്ന കടുത്ത നിലപാടിലേക്ക് CPI. കരാറിൽ നിന്ന് പിന്മാറില്ലെന്ന് CPM-ഉം നിലപാടെടുത്തതോടെ സർക്കാർ പ്രതിസന്ധിയിലാണ്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ കത്താണ് CPI മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. CPI-യുടെ ബഹിഷ്കരണ പ്രഖ്യാപനത്തിനിടെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ സമയം രാവിലെ 10 മണിയിൽ നിന്ന് വൈകിട്ട് 3:30 മാറ്റി. വിവരങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, രണ്ടുപേരും കടുത്ത നിലപാടിലാണ്. പിന്നോട്ടില്ലെന്ന് സർക്കാർ പറയുന്നു, CPM പറയുന്നു. അതേസമയം തങ്ങളും പിന്നോട്ടില്ല എന്ന് CPI-യും പറയുന്നു. എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം? അശ്വതി, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ സർക്കാർ. CPI നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. PM ശ്രീ പദ്ധതിയുടെ കരാറിൽ നിന്ന് ഒപ്പിട്ട തീരുമാനം പിന്മാറണം. അതിൽ നിന്ന് സർക്കാർ പിന്മാറാതെ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും വഴങ്ങില്ലെന്ന കടുത്ത നിലപാടിലാണ് CPI. മന്ത്രിമാരെ രാജിവെപ്പിച്ച് മാറ്റി നിർത്താൻ അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് CPI പോകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം. മുഖ്യമന്ത്രിയും CPM-ഉം ആകട്ടെ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സൂചനയും ഒരു ഉറപ്പും ഇതുവരെ CPI-ക്ക് നൽകിയിട്ടില്ല. അത് നൽകുക എളുപ്പവുമല്ല. പക്ഷെ അതിന് പകരം ഈ പദ്ധതി നടത്തിപ്പ് വൈകിപ്പിക്കാം, ഒരു മെല്ലെപ്പോക്കിലേക്ക് പോകാം, തുടർ നടപടികൾ വേഗക്കുറവ് ഉണ്ടാക്കാം എന്ന് തുടങ്ങിയ ഒരു വാഗ്ദാനങ്ങളാണ് മുഖ്യമന്ത്രി നൽകിയത്. അതിനപ്പുറത്തേക്കൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. CPI ആകട്ടെ 4-ാം തീയതിയിലെ കൗൺസിൽ വരെ കാത്തിരിക്കും. അതിനു മുമ്പ് ഇടതുമുന്നണി നേതൃത്വം ഇടപെട്ട് കൃത്യമായൊരു ഒത്തുതീർപ്പ് ഫോർമുല CPI-ക്ക് വിശ്വസിക്കാവുന്ന, CPI-ക്ക് ബോധ്യമാകുന്ന, അവർക്ക് സ്വീകാര്യമായ ഒരു ഒത്തുതീർപ്പ് ഫോർമുല വച്ചില്ലെങ്കിൽ 4 മന്ത്രിമാരെയും രാജിവെപ്പിച്ച് പുറത്തുനിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI കടക്കും. ഒരു കാരണവശാലും അവർ മുന്നണി ബന്ധം ഉപേക്ഷിക്കില്ല. അത്തരം ആലോചനകൾ അവർക്കില്ല. പക്ഷേ മന്ത്രിസഭയിൽ തുടരില്ല. 4 മന്ത്രിമാരും, CPI-യുടെ 4 മന്ത്രിമാരും മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് മാറി നിൽക്കും. ഇന്നലെ മുഖ്യമന്ത്രിക്ക് CPI മന്ത്രിമാർ നൽകിയ കത്തും അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ്. അതിന് കാരണം മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തിന് വിരുദ്ധമായാണ് ഈ കരാറിൽ സർക്കാർ ഒപ്പിട്ടത്, വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടത്. അത് തീർത്തും വിശ്വാസ ലംഘനവും തെറ്റായ നടപടിയുമാണ് എന്നൊരു കത്താണ് മുഖ്യമന്ത്രിക്ക് 4 മന്ത്രിമാർ നൽകിയത്. അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തകർന്നു എന്ന വ്യാഖ്യാനമായി മാറാൻ സാധ്യതയുള്ള ഒന്നാണ്. പ്രതിപക്ഷം ഇതിനകം തന്നെ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2 പാർട്ടിയും CPM-ഉം CPI-യും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതോടുകൂടി CPM-ഉം CPI-യും ഉൾപ്പെടുന്ന ഇടതുമുന്നണി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് 45 വർഷത്തെ അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. തെരഞ്ഞെടുപ്പ് വർഷമാണ്. ദിവസങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ മുന്നണിയിൽ കടുത്ത അസ്വാരസ്യം. അരുൺ, അവിടെ ഒരൊറ്റ ചോദ്യം കൂടി. ഇത് ഈ PM ശ്രീ പദ്ധതിയുടെ സാങ്കേതികത്വം കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇനി ആർക്കാണ് ഇതിൽ പിന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി.
സംസ്ഥാന സർക്കാരിന് ഈ പദ്ധതി ഒപ്പിട്ടെന്ന് കരുതി കേന്ദ്രത്തിൻ്റെ എല്ലാ നിലപാടുകളും നയങ്ങളും അതേപടി അനുസരിക്കാനും നടപ്പാക്കാനും സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസവും ബാധ്യസ്ഥരല്ല എന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. പക്ഷേ അങ്ങനെ പറ്റില്ല, പിന്മാറണമെന്ന് കേന്ദ്രത്തെ അറിയിക്കുകയാണ്. സ്വാഭാവികമായും അതിൽ നടപടിക്രമങ്ങൾ സാങ്കേതികത്വം ഉണ്ടാകാമെങ്കിലും ഈ പിന്മാറാനുള്ള സന്നദ്ധത താല്പര്യം കേന്ദ്രത്തെ അറിയിക്കാനെങ്കിലും സംസ്ഥാന സർക്കാർ തയ്യാറാകണമെങ്കിൽ മാത്രമേ ഒരുപക്ഷെ CPI ഇപ്പോഴത്തെ കടുത്ത നിലപാടിൽ പിന്നോട്ട് പോവുകയുള്ളൂ. എന്നാൽ അതിനുള്ള ഒരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി 1-ാം തീയതി നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുന്നു. 1, 2, 3 തീയതികൾ വളരെ നിർണായകമാണ്. മറ്റന്നാൾ മുഖ്യമന്ത്രി ഖത്തറിലേക്ക് പോകുന്നു. തിരികെ 31-ന് അദ്ദേഹം കേരളത്തിലേക്ക് എത്തും. അതിനുശേഷമുള്ള 3 ദിവസങ്ങൾ അതീവ നിർണായകമാണ്. അതിനിടയിൽ മുന്നണി യോഗം വിളിക്കുകയും CPI വിശ്വാസമെടുക്കാൻ തക്ക ഏതെങ്കിലും നീക്കം സർക്കാർ നടത്തുകയും ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും. അവിടെ ഈ മുന്നണിയുടെ ഇപ്പോഴത്തെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന, മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിലൊന്നായി അത് മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. CPIയും മുഖ്യമന്ത്രിയും കടുത്ത അതൃപ്തിയിലാണ്. CPIയുടെ ഈ കടുംപിടുത്തത്തിൽ മുന്നണിയെ വെട്ടിലാക്കുകയാണ് CPI എന്നൊരു നിലപാട് മുഖ്യമന്ത്രിക്കുള്ളതായാണ് സൂചന. ഇന്നത്തെ യോഗത്തിൽ അത്തരമൊരു പരാമർശം അദ്ദേഹം നടത്തിയതായും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഇടതുമുന്നണിയിൽ എത്തുകയാണ്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. CPI കടുത്ത നിലപാട് തുടരുന്നതിനിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. നിലവിൽ തന്റെ തലത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നതെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. അല്ല, അതിൻ്റെ ഞാൻ മറുപടി അതിനെ സംബന്ധിച്ചുള്ള ഞാൻ ഒന്നും മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറല്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നിലവാരത്തിലല്ല ഇനിയിപ്പോൾ ചർച്ച എന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതേസമയം തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്നായിരുന്നു CPI മന്ത്രിമാരുടെ പ്രതികരണം. ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഇടതുപക്ഷ നയം വിജയിക്കും. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല. സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും. ഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം പോയിട്ടില്ല. ഒരു പ്രശ്നം സംഭവിക്കില്ല. അത് ഇപ്പം പോയിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ? അതൊന്നും പറയില്ല. അതെല്ലാം പാർട്ടി സെക്രട്ടറി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മാറും. പാർട്ടി തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നതാണ് ഞങ്ങൾ. ഇപ്പൊ അതിൽ തടസ്സമൊന്നുമില്ല. അതെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇതൊക്കെ കൂടുതലായിരുന്നല്ലോ. എന്നാൽ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരണത്തിന് തയ്യാറായില്ല. വേഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാമോ ഈ വിഷയത്തിൽ? PM ശ്രീയിൽ CPM ഊരാക്കുടുക്കില്ലെന്നായിരുന്നു BJP നേതാവ് K സുരേന്ദ്രന്റെ പ്രതികരണം. CPM ഇപ്പോൾ വലിയ ഊരാക്കുടുക്കപ്പെട്ടിരിക്കുകയാണ് ഇടതുമുന്നണിയാകെ. അതിനുള്ള കാരണം അവര് നടത്തിയ തെറ്റായ പ്രചരണങ്ങൾ തന്നെയാണ്. അവര് കാടടച്ച് വെടിവെച്ചു. NEP വന്നപ്പോ കാടടച്ച് വെടിവെച്ചു, കള്ളപ്രചരണം നടത്തി. ആ പ്രചരണം മത്സരബുദ്ധിയോടെ CPIയും CPM എടുത്തു. ഇപ്പൊ അവർക്ക് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു. CPIക്ക് വൈകിപ്പിക്കാം, നീട്ടിവെക്കാം, അതൊന്നും നടക്കുന്ന കാര്യമാണ്. വൈകിപ്പിക്കാമായിരിക്കും 2-3 മാസം, പക്ഷെ കേരളം എന്തായാലും ഇത് നടപ്പാക്കേണ്ടി വരും. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ഇന്നും പ്രതിഷേധം. ഭരണപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനയായ AISFും AIYFും സംയുക്തമായാണ് കോട്ടയം DD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ പിന്നീട് പിന്മാറി. മറ്റു വാർത്തകളിലേക്ക്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ പുറത്തെത്തിക്കാൻ അസാധാരണ നടപടിയുമായി ജയിൽ വകുപ്പ്. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നമുണ്ടാകുമോ എന്ന് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ജയിൽ വകുപ്പ് മേധാവി സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചു. എന്നാൽ പ്രതികളുടെ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായി മാത്രമാണ് കത്ത് നൽകിയത് എന്നാണ് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ വിശദീകരണം.
ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് ജയിൽ വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്ന് അസാധാരണമായൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ടി.പി. കേസ് പ്രതികൾക്ക് വിടുതൽ നൽകിയാൽ ഏതെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ വിവിധ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയ്യൂർ അതിസുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ജയിൽ വകുപ്പ് മേധാവി കത്തയച്ചത്. ഇതിലെ വിടുതൽ എന്ന വാക്കാണ് വലിയ തരത്തിൽ സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പരോൾ നൽകുന്നത് ഉദ്ദേശിച്ചാണോ അതോ വിട്ടയക്കുന്നത് ഉദ്ദേശിച്ചാണോ ഈ പരാമർശം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. പിന്നീട് സംഭവം വിവാദമായതോടെയാണ് വിട്ടയക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. പ്രതികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി സ്വാഭാവികമായി നടക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നതെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെയും ടി.പി. കേസ് പ്രതികൾക്ക് പരോൾ നൽകാനുള്ള സർക്കാരിന്റെ നീക്കം വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ആ നീക്കത്തിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ 3 ജയിലുകളിലായാണ് കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ എല്ലാവരും കഴിയുന്നത്. അതിനിടെയാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ജയിൽ മേധാവി ഇങ്ങനെയൊരു കത്തയച്ചിരിക്കുന്നത്. സാധാരണയായി എന്തെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ പ്രതികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന നടത്തുന്നത് പോലീസാണ്. അങ്ങനെ പോലീസ് അത്തരമൊരു നീക്കം നടത്തുന്നതിന് പകരം ജയിൽ വകുപ്പ് മേധാവി തന്നെ ഒരു കത്തയച്ചുകൊണ്ട് ഇതിൽ വിവരം തേടിയതിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോഴും വിവാദം കൊഴുക്കുന്നത്. ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ സ്ഥാനം ഡോക്ടറുടെ പിഴവ് മൂലം മുറിച്ചു മാറ്റിയതായി പരാതി. കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെയാണ് പരാതി. തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി ഷീജ പ്രഭാകരൻ കടവന്ത്ര പോലീസിന് പരാതി നൽകി. 2024 ജനുവരി 29 തൃശൂർ ജീവ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഷീജ പ്രഭാകറിന് ക്യാൻസർ ഉണ്ടെന്ന് അറിയിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഡോക്ടർ വി.പി. ഗംഗാധരനെ സമീപിച്ചു. പരിശോധന ഒരിക്കൽ കൂടി നടത്തണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് സാമ്പിളുകൾ അയച്ചു. ഫെബ്രുവരി 17 ലഭിച്ച ഫലമനുസരിച്ച് ഷീജയ്ക്ക് ക്യാൻസർ ഇല്ലെന്ന് കണ്ടെത്തി. പക്ഷേ ഈ ഫലം പരിശോധിക്കാതെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ സർജൻ ഡോക്ടർ ജോജോ വി ജോസഫ് 17-ാം തീയതി ഷീജയുടെ വലതുമാരടം നീക്കം ചെയ്തു എന്നാണ് പരാതി. ആള് ഒരു മരുന്നും എനിക്ക് എഴുതി തന്നില്ല. ആള് വന്നു ആ തേട് വാങ്ങി കൊണ്ടുവന്ന് രണ്ടാമത് നോക്കിട്ട് നമ്മുടെ ഓട്ടം എടുത്താൻ വന്നു. അത് കഴിഞ്ഞിട്ട് അവര് നോക്കി 13-ാം തീയതി ആ റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഓപ്പത്തിന്റെ ചെയ്തത് 17-ാം തീയതിയാണ് എന്റെ. അപ്പൊ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം ആരോപണം തള്ളി ഡോക്ടർ ജോജോ വി ജോസഫ് രംഗത്തെത്തി. സ്വകാര്യ ലാബിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർജറി ചെയ്തത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് വലതുമാരടം നീക്കം ചെയ്തതെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പം എന്നെ ഒരു സർജൻ എന്ന നിലയിൽ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് സർജറി ചെയ്യണോ വേണ്ടതെന്ന് അറിയണമെങ്കിൽ 2 കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടോ, അതിന്റെ റിപ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. അത് അവരെനിക്ക് തന്നു. അതാണ് ജീവ ലബോറട്ടറീസിന്റെ, ഞാൻ അതിന്റെ കോപ്പി എന്തെങ്കിലും ഞാൻ അയച്ചു തരാൻ ഈ ഫോണിൽ പറഞ്ഞത്. ആ റിപ്പോർട്ടാണ്. അതിൽ MD പതോളജിസ്റ്റ് NABL അക്രഡിറ്റഡ് ലാബിലെ സീനിയർ പതോളജിസ്റ്റിന്റെ റിപ്പോർട്ടുണ്ട്. ഇൻഫിൽട്രേറ്റിംഗ് ഡക്ട് കാർസിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ആദ്യത്തെ ഭാഗം തീർന്നു. ഈ രണ്ടാമത് എനിക്കറിയേണ്ടത് ഈ അസുഖം മറ്റു ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതുമില്ല. അതിനുശേഷമാണ് സർജറിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ സർജറിക്ക് 16-ാം തീയതി വരാനായിട്ട് ഞാൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അവർ വന്ന് അഡ്മിറ്റഡ് ആവുന്നു. ഒരു സർജറി ചെയ്ത് തിരിച്ചു പോകുന്നു. ഇതാണ് സംഭവം. തൃശൂർ ജീവ ലാബ് 1-ാം പ്രതിയും ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രി ഡോക്ടർ ജോജോ വി ജോസഫ് എന്നിവർ 2, 3 പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ പോലീസ് ആശുപത്രിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കുടുംബം ആരോപിച്ചു. ഈ ലക്ഷറിയത്തെ റിപ്പോർട്ട് 13-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണേക്കാളും കുറച്ച് 4 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഈ റിസൾട്ട്. അതിൽ നെഗറ്റീവായിരുന്നു. എന്നിട്ട് അത് അവർ നോക്കാണ്ട് ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് അത് വീണ്ടും ബയോപ്സിക്ക് അയച്ചു, പരിശോധിക്കാൻ അയച്ചു. അപ്പൊ അതിൽ റിസൾട്ട് ഒരു 18-ാം തീയതി ആയിട്ടാ വന്നത്. 18-ാം തീയതി അയച്ചു. മാർച്ച് 7-ാം തീയതി ആയിട്ടാ പിന്നെ വന്ന റിസൾട്ട്. അപ്പൊ അതില് നെഗറ്റീവായിരുന്നു റിസൾട്ട്. അപ്പൊ നെഗറ്റീവായപ്പോ ഞങ്ങള് ഗംഗാധര സാറിനെ കാണാൻ പോയി. കണ്ടു. അപ്പൊ ആൾക്ക് എന്തോ ഒരു ഇത് തോന്നിണ്ടായിരുന്നു. അപ്പൊ തന്നെ ആള്
അപ്പോൾ ആള് പറഞ്ഞു ഞാനിതൊന്നും കൂടി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേറെ മരുന്നും കാര്യങ്ങളൊന്നും കഴിക്കേണ്ട, നിങ്ങൾ ഇത് കഴിച്ചാൽ മതി എന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടിലാണ് ഷീജ. നീതി ലഭിക്കുന്നതുവരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച ജില്ലാ കളക്ടർമാരുടെ യോഗം ഉച്ചയ്ക്ക് ശേഷം ചേരും. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ യോഗവും ചേരുന്നുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെയാണ്. അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ചേർന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടത്തിൽ കേരളത്തെ ഉൾപ്പെടുത്തിയതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർമാരുടെ യോഗം ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ വിളിച്ചത്. ഉച്ചയ്ക്ക് ശേഷമാണ് ആ യോഗം ചേരുക. രാവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലാ കളക്ടർമാരുടെ ഉൾപ്പെടെ സേവനം അനിവാര്യമാണ്. അതിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ആ യോഗം വിളിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കേണ്ടതും അതിന്റെ പ്രധാന ഉദ്യോഗസ്ഥരായി പ്രവർത്തിക്കേണ്ടതും ജില്ലാ കളക്ടർമാരാണ്. അവർക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരും അതിന്റെ ഭാഗമാണ്. അവർ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഒരേ സമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ഏർപ്പെടുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, ജോലിഭാരം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ഈ പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോകുമെന്ന ആശങ്കയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്, ജില്ലാ കളക്ടർമാർക്കുണ്ട്. കഴിഞ്ഞ തവണത്തെ യോഗങ്ങളിലും ആ നിലപാട് മുന്നോട്ട് വച്ചതാണ്. അതുകൊണ്ടുകൂടിയാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ആദ്യഘട്ടത്തിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്ന നിർദ്ദേശം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അവരും നേരത്തെ ഈ എതിരഭിപ്രായം പറഞ്ഞതിൽ ഒരു കാരണം ഇതായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ ഇത് കൂടി നടക്കില്ല, ആ പ്രവർത്തനം കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞിരുന്നു. മറ്റൊന്ന് ഇതിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങളും അതുപോലെ തന്നെ സുപ്രീം കോടതി പരിഗണിക്കുന്ന വിഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളും ആദ്യഘട്ടത്തിൽ എതിർപ്പറിയിച്ചത്. ഏതായാലും യാഥാർത്ഥ്യമായിരിക്കുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. നാളെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ പാർട്ടികളുടെ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം കൂടി വിളിച്ചിട്ടുണ്ട്. അവിടെയും ഈ നിലപാടുകൾ അവർ ആവർത്തിക്കും. പക്ഷേ മറ്റു വഴിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുമില്ല. ഈ നടപടികൾ മുന്നോട്ട് പോയേ പറ്റൂ. ഈ ഒരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിലാകും നാളെ പ്രധാനമായും ചർച്ചകൾ നടക്കുക. രാജ്യവ്യാപക SIR-ന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തിൽ നടപടികൾ തുടങ്ങിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരത്തിന് കേരളത്തിന് തമിഴ്നാടും പശ്ചിമബംഗാളും രംഗത്ത് വന്നു. വിഷയം ചർച്ച ചെയ്യാൻ നവംബർ 2-ന് MK സ്റ്റാലിൻ സർവകക്ഷി യോഗം വിളിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ബംഗാളാണെന്ന് തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയാൻ പ്രതികരിച്ചു. SIR നടപ്പാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അസാധ്യമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചതാണ്. എന്നിട്ടും പ്രക്രിയ ഉടനടി നടപ്പാക്കിയേ തീരൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയനിഴലിലാക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വോട്ടർ പട്ടികയിൽ CPM വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നുവെന്ന് കെ സുരേന്ദ്രൻ. തെറ്റായ പ്രചാരവേലയിൽ നിന്ന് ഇരു മുന്നണികളും പിന്മാറണം. CPM-നൊപ്പം കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഒന്നിച്ച് പ്രമേയം പാസാക്കിയെന്നും സുരേന്ദ്രൻ. വ്യാജ വോട്ടുകൾ ഇല്ലാത്തവരെന്തിനാ പേടിക്കുന്നത്? എന്തിനാണ് LDF-ഉം UDF-ഉം ഭയപ്പെടുന്നത്? തങ്ങൾ ഇരട്ട വോട്ട് ചേർത്തില്ലെങ്കിൽ, വ്യാജ വോട്ടുകൾ ചേർത്തില്ലെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? അപ്പൊ ജനഹിതം തങ്ങൾക്കെതിരായി മാറുമോ? കുതന്ത്രങ്ങളിലൂടെ ജയിച്ചുകൊണ്ടിരുന്നത് ഇനി നടക്കാതെ വരുമോ? ഈ ഒരു വേവലാതിയാണ് LDF-നെയും UDF-നെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് നന്നായി ബോധ്യമായിട്ടുണ്ട്. ഒരു പൗരനും, കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരനും അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുകയില്ല. ഒരിടത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവും. അതിന് പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത് എന്ന് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ബോധ്യമായിരിക്കുകയാണ്. ഫീസ് വർധനയെ തുടർന്ന് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ബിരുദ പഠനം ഉപേക്ഷിച്ച് മടങ്ങിയ വിദ്യാർത്ഥിക്ക് പഠന സൗകര്യം ഉറപ്പാക്കുമെന്ന് സർക്കാർ. താമരശ്ശേരി സ്വദേശി അർജുനാണ് കാർഷിക സർവകലാശാലയിലെ പഠനം ഉപേക്ഷിച്ച് മടങ്ങിയത്. എന്നാൽ ഫീസ് ഇളവിന് അർഹതയുള്ള വിദ്യാർത്ഥിയുടെ വാദത്തിൽ കഴമ്പില്ലെന്ന നിലപാടിലാണ് സർവകലാശാല. സർക്കാർ ഉറപ്പു നൽകിയാലും ഇനി പഠനത്തിനില്ല എന്ന നിലപാടിലാണ് വിദ്യാർത്ഥി. തിരുവനന്തപുരം വെള്ളായണി കാർഷിക സർവകലാശാലയിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. പ്രവേശന സമയത്ത് വിജ്ഞാപനത്തിൽ ഫീസ് ഒരു സെമസ്റ്ററിന് 12,000 രൂപയായിരുന്നു. എന്നാൽ പുതിയ വിജ്ഞാപന പ്രകാരം ഫീസ് കുത്തനെ ഉയർത്തി.
ഹോസ്റ്റൽ ഫീസ്, അനുബന്ധ ചിലവുകൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഒരു വർഷം 1.5 ലക്ഷം രൂപയിലധികം ചെലവ് വേണ്ടിവരും. ഭാരിച്ച തുക കണ്ടെത്താനാകാതെ പഠനം ഉപേക്ഷിച്ച് അർജുൻ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. യൂണിവേഴ്സിറ്റി പതിവിലുള്ള ഫീസിനെക്കാട്ടിലും 3 ഇരട്ടി ഫീസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. ഏകദേശം ഒരു 8 സെമസ്റ്റർ പഠിക്കുമ്പോഴേക്കും ഒരു പ്രൈവറ്റ് കോളേജിൽ അടയ്ക്കേണ്ട തുക ഞാൻ ആ കോളേജിൽ അടയ്ക്കേണ്ടി വരും. അതുകൂടാതെ ഹോസ്റ്റൽ ഫീസ്, നമ്മളെ ചെലവ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അർജുൻ പഠനം ഉപേക്ഷിച്ചത് ചർച്ചയായതോടെ കൃഷിമന്ത്രി പി പ്രസാദ് വിഷയത്തിൽ ഇടപെട്ടു. അടിയന്തരമായി വിദ്യാർത്ഥിയെ തിരികെ എത്തിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ഫീസ് വർധനയുടെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെയും പഠനം മുടങ്ങില്ല. പ്രത്യേക ഇളവിന് അർഹതയുള്ള കുട്ടിയാണ് അർജുനെന്നും മന്ത്രി പറഞ്ഞു. ആ വിദ്യാർത്ഥിയെ അടിയന്തരമായി ബന്ധപ്പെടണമെന്നും അദ്ദേഹത്തിനെ തിരികെ കോടതിയിൽ പ്രവേശിപ്പിക്കണമെന്നും സർവകലാശാല അധികൃതരോട് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥി ഫീസ് ആനുകൂല്യത്തിന്റെ പരിഗണന വരുന്ന കുട്ടിയാണ്. ഒരു കാരണവശാലും പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ആ ഫീസ് അടച്ചല്ല, ആദ്യം അടയ്ക്കുന്ന ഒരു ചെറിയ പൈസ അല്ലാണ്ട് പിന്നീട് പൈസ അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. അതെന്തോ ചില തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കേട്ടു, സീനിയേഴ്സ് പലരും പറഞ്ഞു എന്നാണ്. സീനിയേഴ്സ് പറയുന്ന അനുസരിച്ചല്ലല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത്. സീനിയേഴ്സ് അല്ലല്ലോ ഒരു കോളേജിന്റെയോ സർവകലാശാലയുടെയോ ഏറ്റവും ഉന്നതരായ അധികാരികൾ എന്ന് പറയാം. ഫീസ് കുത്തനെ ഉയർത്തിയതിനെ തുടർന്നാണ് പഠനം ഉപേക്ഷിച്ചതെന്ന അർജുന്റെ വാദം വ്യാജമാണെന്നായിരുന്നു കാർഷിക സർവകലാശാല VC ഡോക്ടർ B അശോകിന്റെ പ്രതികരണം. ഫീസ് ഇളവിന് അർഹനായ വിദ്യാർത്ഥിയാണ് അർജുൻ. പഠനം ഉപേക്ഷിച്ചതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമെന്നും B അശോക് പറഞ്ഞു. അത് അയാൾ ഫസ്റ്റ് ക്ലാസ് ഫ്രോഡ് അല്ലേ? കാരണം ഞാൻ ചോദിക്കട്ടെ, അയാൾ ഫീ കൺസെഷൻ കാറ്റഗറി അല്ലേ? ഫീ കൺസെഷൻ ഉള്ള കുട്ടിയാണല്ലോ. ഞാൻ പരിശോധിച്ചു, അയാൾക്ക് 1 ലക്ഷം രൂപ ഇൻകം ഉള്ളൂ. അപ്പൊ അയാൾ ചേരുന്ന സമയത്ത് ഫീസ് അടയ്ക്കുകയും അത് ഗവൺമെന്റിൽ നിന്ന് റീംബേഴ്സ് ചെയ്യുകയും ആ സംവിധാനത്തിൽ പോകുന്ന ഒരു കുട്ടിയാണ്. അയാൾ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണും. സർവകലാശാലയിൽ മടങ്ങിയെത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയെങ്കിലും ഈ സ്ഥാപനത്തിൽ ഇനി പഠിക്കാനില്ലെന്നാണ് അർജുന്റെ നിലപാട്. വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിൽ പഠന സഹായം ലഭിക്കുമെങ്കിലും മാസങ്ങളോളം കുടിശ്ശികയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും അർജുൻ പറഞ്ഞു. ഈ ഗ്രാൻസ് വഴി തിരിച്ചു കിട്ടുമായിരിക്കും. എനിക്ക് അതിൽ വിശ്വാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ കോളേജിൽ നിന്ന് TC വാങ്ങി ഇറങ്ങിയത്. അല്ലാതെ വേറെ ഒരു ഒരു ശക്തിന്റെ പ്രേരണ കൊണ്ടെന്നല്ല ഞാൻ ഇറങ്ങിയത്. ഞാനൊരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട്. അതിലും ഞാൻ ഈ ഗ്രാൻസിന് ഇറങ്ങുന്നതായിരുന്നു. പക്ഷെ അന്ന് ഈ ഗ്രാൻസിനെ വെച്ചിട്ട് ആ കോഴ്സ് എന്റെ 3 കൊല്ലത്തിനടുത്ത് ആയി. എനിക്ക് ഇതുമായിട്ട് ഈ ഗ്രാൻസിന്റെ ഫണ്ട് കയറിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോളേജിൽ കയറിയിട്ട് എനിക്ക് ഈ ഗ്രാൻസ് കിട്ടുന്ന വിചാരിക്കുന്നത്? സർവകലാശാലയിലെ വൻ ഫീസ് വർധനയ്ക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധമുയർത്തി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഫീസ് വർധനവ് അനിവാര്യമെന്നായിരുന്നു അധികൃതരുടെ നിലപാട്. വിദ്യാർത്ഥി പഠനം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ വീണ്ടും സർവകലാശാലയ്ക്കെതിരെ സമരം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ. ന്യൂസ് 18 കോഴിക്കോട്. നെല്ല് സംഭരണ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനായി വിളിച്ച യോഗത്തിൽ മില്ലുടമകളെ പങ്കെടുപ്പിക്കാത്തതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചതെന്ന് മന്ത്രി GR അനിൽ വ്യക്തമാക്കിയെങ്കിലും മില്ലുടമകളില്ലാതെ എങ്ങനെ തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത്. അതോടെ യോഗം മാറ്റിവെക്കുകയായിരുന്നു. മില്ലുടമകളുടെ സാന്നിധ്യത്തിൽ നാളെ യോഗം ചേരും. 9 മണിക്കായിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൌസിൽ യോഗം തീരുമാനിച്ചത്. ഭക്ഷ്യ, കൃഷി, വൈദ്യുതി മന്ത്രിമാർ, സപ്ലൈകോ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിലെത്തിയിരുന്നു. യോഗത്തിൽ മില്ലുടമകളെ ക്ഷണിക്കാത്തതിൽ മുഖ്യമന്ത്രി ആദ്യം തന്നെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ച ശേഷമാണ് മില്ലുടമകളെ ഒഴിവാക്കിയത് എന്നുകൂടി മന്ത്രി GR അനിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഈ ഒരു വിശദീകരണത്തിൽ തൃപ്തനായിരുന്നില്ല. തുടർന്ന് യോഗം മാറ്റിവെക്കുന്നതായി അറിയിച്ചു. 5 മിനിറ്റിനുള്ളിൽ തന്നെ മന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൌസ് വിടുകയും ചെയ്തു. അതിനുശേഷം നാളെ വൈകിട്ട് 4 മണിക്ക് സെക്രട്ടേറിയറ്റിൽ യോഗം ചേരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ മില്ലുടമകൾ ഉണ്ടാകണമെന്ന നിർദ്ദേശവും നൽകി. നാളെ എന്തായാലും മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഈ മില്ലുടമകളുമായിട്ടുള്ള യോഗവും നിശ്ചയിച്ചിരിക്കുന്നത്. മില്ലുടമകളുമായി നാളെ ചർച്ച നടത്തുമെന്ന് കൃഷിമന്ത്രി P പ്രസാദ് പറഞ്ഞു. സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുകാർ തടസ്സങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മില്ലുകാരുമായിട്ട് അക്കാര്യം ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആദ്യപടി എന്നുള്ള തരത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും ഞാനും മില്ലുകാരുമായി സംഭാഷണം നടത്തിയിരുന്നു. അതിന്ന് മുഖ്യമന്ത്രി ഒരു ഉദ്യോഗസ്ഥർ ഞങ്ങൾ എല്ലാവരും വീണ്ടും ഒരു ചർച്ച നടത്തി. നാളെ രാവിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ മില്ലുകാരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമുണ്ട്. അക്കാര്യത്തോടുകൂടി അതിനുശേഷം ഗവൺമെന്റ് എന്തെങ്കിലും ആലോചിക്കേണ്ടതുണ്ട് എങ്കിൽ ഞങ്ങൾ വീണ്ടും ആലോചിച്ചിട്ട് അക്കാര്യം നാളെ തരം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും.
ആവശ്യങ്ങൾ അംഗീകരിക്കാതെ നെല്ല് സംഭരണവുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം നെല്ലുടമകളുടെ നിലപാട്. ഈ കൈകാര്യ ചെലവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അത് മന്ത്രിമാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വില കൂട്ടിക്കൊണ്ട് കർഷകരിൽ നിന്നും നെല്ല് വാങ്ങരുത് എന്നൊരാവശ്യം തന്നെയാണ് മന്ത്രി GR അനിലും ഉന്നയിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോന്ത ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. ഇന്ന് വൈകിട്ടോടെ ആയിരിക്കും കരതൊടുക. ആന്ധ്ര തീരത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അഭിലാഷ്, എത്രത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്? അശ്വതി, ഇപ്പോൾ കേരളത്തിലടക്കം ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും കർണാടകയിലും തമിഴ്നാട്ടിലുമെല്ലാം ജാഗ്രതയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഇന്ന് രാത്രിയോടുകൂടി ആന്ധ്രാപ്രദേശിലെ കാക്കിനട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ ചുഴലിക്കാറ്റ് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാറ്റിന് 100 മുതൽ 110 കിലോമീറ്റർ വരെ വേഗതയുണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ തിരമാല 4 മുതൽ 5 മീറ്റർ വരെ ഉയരത്തിൽ കരയിലേക്ക് ആഞ്ഞു വീശുമെന്നുള്ളതും ഇതിൻ്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതായത് പ്രധാനപ്പെട്ട ആന്ധ്രാപ്രദേശിലെ എല്ലാ ജില്ലകളിലും കനത്ത ജാഗ്രതയാണ്. 23 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഡീഷയിലും മിക്ക സ്ഥലങ്ങളിലും കനത്ത ജാഗ്രതയാണ്. തീരദേശ മേഖലകളിലെല്ലാം ആളുകളെ മാറ്റി തുടങ്ങിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ ഏകദേശം 50,000-ലധികം ആളുകളെയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാ മേഖലകളിലും NDRF 25 NDRFിൻ്റെ സംഘങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിലായി ഇപ്പോൾ ഈ മേഖലകളിൽ മോന്ത ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഏതൊരു അടിയന്തര ഘട്ടത്തിലും ആളുകളെ ഒഴിപ്പിക്കാനും മറ്റ് സാഹചര്യങ്ങൾ നേരിടാനുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ വിളിക്കുകയും സംസാരിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. മാത്രമല്ല ആളുകളോട് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ ആളുകൾ വീടുകൾ വിട്ട് പുറത്തിറങ്ങരുത്. അതുപോലെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ചാർജ് ചെയ്ത് വെക്കണം. ആവശ്യത്തിനുള്ള ആഹാര പദാർത്ഥങ്ങൾ അടക്കമുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഗ്ലാസ് ഡോറുകൾക്ക് അടുത്ത് നിൽക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാക്കിനട എന്ന് പറയുന്ന സ്ഥലത്ത് 8 കിലോമീറ്ററോളം ദൂരത്തിൽ ഇപ്പോൾ തീരദേശ മേഖല റോഡ് ഇടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഇതാണ് ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. ഇത് 270ഓളം കിലോമീറ്റർ അകലെയാണ്. ഇവിടെ വിശാഖപട്ടണത്ത് നിന്ന് 270ഓളം കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ ചുഴലിക്കാറ്റ് രൂപം നിൽക്കുന്നത്. ഇത് 18 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ കാക്കിനട എന്ന് പറയുന്ന ജില്ലയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ നിന്ന് ഈ ചുഴലിക്കാറ്റ് ഏതാണ്ട് ഈ മേഖലയിൽ എത്തുമ്പോഴേക്കും അത് കരയിൽ തൊടുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ മണിക്കൂറിൽ 100 മുതൽ 110 കിലോമീറ്റർ വരെ വേഗത്തിൽ ഈ ഒരു തിരമാല ആഞ്ഞു വീശുമെന്നുള്ള, ഈ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇത് ഒഡീഷയും ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒഡീഷയിലെ പ്രധാനപ്പെട്ട മേഖലയിലെല്ലാം ഈ കാറ്റ് വീശും. അങ്ങനെ ശക്തമായ മഴയും അവിടെ ഇപ്പോൾ തന്നെ ഒഡീഷയിലടക്കം ശക്തമായ മഴയുണ്ട്. തമിഴ്നാട്ടിൽ തെങ്കാശിയിലും കന്യാകുമാരിയിലും ചെന്നൈയിലും അടക്കം കനത്ത മഴ പെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല കേരളത്തിലെ തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മോന്ത ചുഴലിക്കാറ്റിൻ്റെ ഒരു പ്രകമ്പനം കേരളത്തിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല ഈ 4 തെലങ്കാനയിലും ഹൈദരാബാദിലും കൃത്യമായ രീതിയിൽ ഈ ഒരു മോന്ത ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവം അവിടെയും അലയടിക്കും. അവിടെയും ശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ചുവന്ന ഈ ഒരു ഭാഗം കാണുന്നതാണ് ഈ ചുഴലിക്കാറ്റിൻ്റെ ഒരു പ്രകമ്പനം എന്ന് പറയുന്നത്. ഈ കാണുന്ന മേഖലകളിലെല്ലാം ഇതിൻ്റെ ഒരു അലയടി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ തന്നെ വിശാഖപട്ടണത്തടക്കം ഈ പ്രധാനപ്പെട്ട മേഖലകളിൽ കാറ്റ് ആഞ്ഞു വീശും. ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ മേഖലകളിലെല്ലാം എല്ലാ ട്രെയിനുകളും നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. സദേൺ റെയിൽവേയുടെ അടക്കം ട്വീറ്റുകൾ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ട്രെയിനുകളും നിർത്തിവെച്ചു എന്നുള്ളതും, ഈ ട്രെയിനുകളിൽ പോകാനിരുന്നവർ ഈ സൈറ്റുകളിൽ കയറി പരിശോധിച്ചാൽ ഏതൊക്കെ ട്രെയിനാണ് നിർത്തിയിരിക്കുന്നത്, ഏതൊക്കെ ട്രെയിനാണ് വഴിതിരിച്ചു വിട്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. അശ്വതി. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദവിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെയും 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇടുക്കിയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. ശാന്തൻപാറ പേത്തൊട്ടിയിൽ മരം വീണ തോട്ടം തൊഴിലാളി മരിച്ചു. ശാന്തൻപാറ ടാങ്ക്മേട് സ്വദേശിനി സുനിതയാണ് മരിച്ചത്. ദേശീയപാത 85-ൽ അടിമാലിയിലും പള്ളിവാസലിലും മണ്ണിടിഞ്ഞു.
ഇത് പറയുന്നത് ഈ മണ്ണെല്ലാം മാറ്റിയിട്ട് തന്നെ അത് കോൺക്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഈ മണ്ണ് ഫില്ല് ചെയ്തിട്ട് വണ്ടികളെല്ലാം നിലവിൽ വണ്ടികളൊന്നും ബ്ലോക്ക് ആവുന്നില്ല. 2 സൈഡ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാഫിക് പോകാൻ ഒരു ബുദ്ധിമുട്ടും നിലവിലില്ല. அடிமாலி மூணாறு தேசிய பாதை நேற்று ராத்திரி இந்த பள்ளிவாசல் மூலக்கடை பக்கம் இடிஞ்சு போயிடுச்சு. அது அவங்க ஒரு சும்மா ராத்திரி தோண்டிட்டு என்ன ஏதுன்னு சொல்லாமல் ஒரு பாதுகாப்பு இல்லாமல் போயிடுறாங்க. அவங்க ரோடு மாத்திரம் தோண்டிட்டு மாத்திரம் போகிறாங்க ஒழிச்சு அதை கரெக்ட் பண்ணி வச்சுட்டு போக மாட்டேங்காங்க. நேற்றுலாம் ராத்திரி இடிஞ்சு பெரிய பாடாகி போச்சு. 3 வரைக்கும் இதே தான் கொஞ்சம் கொஞ்சமாக தான் வேலை செய்கிறாங்களே ஒழிஞ்சு இதை கரெக்டாக வேலை செய்ய மாட்டாங்க. ஒரு பித்தி எடுத்து வச்சுட்டு போயிடுறாங்க. அது சும்மா வைக்காங்க, அது இடிஞ்சு கீழே போயிடுது. இவங்ககிட்ட ஒரு பாதுகாப்பும் கிடையாது, ஒன்றும் கிடையாது. இதை கரெக்ட் பண்ணுவாங்க கேட்டு போயிடுது. കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, മഴക്കെടുതി അവിടെ തുടരുന്നു എന്നറിയുന്നു. ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴായിരുന്നു അപകടം? നിലവിലെ അവസ്ഥ എന്താണ്? അശ്വതി, ഇടുക്കിയിൽ ഇന്ന് മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിലും മഴക്കെടുതികൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് 11:30യോടെയാണ് ശാന്തമാർഗി സമീപം പേയത്തൊട്ടിയിൽ തോട്ടം തൊഴിലാളി മരണപ്പെട്ടത്. ജോലി ചെയ്യുന്നതിനിടെ വലിയ മരം ഇവരുടെ ദേഹത്തേക്ക് കടപുഴകി വീഴുകയായിരുന്നു. ഇന്ന് ജില്ലയിൽ അതിശക്തമായ ഒരു കാറ്റ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഹൈറേഞ്ചിന്റെ തമിഴ്നാട് അതിർത്തി മേഖലയിലൊക്കെ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. മഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ അതിശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് 11:30യോടെയാണ് ഈ പേയത്തൊട്ടിയിൽ ശാന്തൻപാറയ്ക്ക് സമീപം പേയത്തൊട്ടിയിലെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ശാന്തൻപാറ സ്വദേശിയായ ഇന്ത്യയുടെ ദേഹത്തേക്ക് മരം ഒടിഞ്ഞു വീഴുന്നത്. ഉടൻ തന്നെ ഇവരെ ഇവിടുന്ന് കൃഷിയിടത്തിൽ നിന്ന് പുറത്തെത്തിക്കുകയും ഒപ്പം തമിഴ്നാട് ബോഡിയിലെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും സംഭവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി മഴ ശക്തമായ സാഹചര്യത്തിൽ പല കൃഷിയിടങ്ങളിലുമൊക്കെ ജോലി നിർത്തിവെച്ചേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും ഇന്ന് മഴയ്ക്ക് അല്പം രാവിലെയൊക്കെ കുറവ് അനുഭവപ്പെട്ടതോടെയാണ് കൃഷിയിടത്തിലേക്കൊക്കെ കർഷകരും തൊഴിലാളികളും ഒക്കെ എത്തി തുടങ്ങിയത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകട മരണം കൂടി സംഭവിച്ചത്. ഇതോടൊപ്പം തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ പോലെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ പള്ളിവാസലിന് സമീപം മൂലക്കടയിൽ മണ്ണിടിഞ്ഞതിന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മൂലക്കടയിൽ സമീപം മണ്ണിടിഞ്ഞ് വീണ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഏകദേശം പൂർണ്ണമായും തകർന്നൊരവസ്ഥയിലാണ്. അപ്പം ഈ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയിട്ടുമുണ്ട്. ഇനിയും അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ റോഡ് പൂർണ്ണമായും തകർന്നൊരവസ്ഥയിലേക്ക് എത്തും. ഇവിടെ തേയിലത്തോട്ട മേഖലയായാലും കൂടുതൽ ആളുകൾ താമസിക്കുന്ന പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകട സാധ്യത നിലനിൽക്കുന്നില്ല. ഒപ്പം കഴിഞ്ഞ രാത്രിയിൽ മേഖലയിലൂടെയുള്ള രാത്രികാല യാത്രയ്ക്ക് ഹൈറേഞ്ചിൽ നിരോധനം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മൂന്നാർ അടിമാലി പാതയിലൂടെ വാഹനങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി. എന്നാലും ഈ പ്രദേശത്ത് നിന്ന് ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഈ റോഡ് പ്രസ്താവിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ദേശീയപാത അധികൃതർ അറിയിക്കുന്നത്. ഒപ്പം മേഖലയുടെ നിലവിൽ ഭാഗികമായി ഗതാഗതം പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഇതോടൊപ്പം തന്നെ കുമ്മളിക്ക് സമീപം ദേശീയപാതയിൽ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലും ഉണ്ടായതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. അശ്വതി, ശരി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ചെല്ലാനത്ത് കടലിൽ വള്ളം അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശികൾ സഞ്ചരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ട ഇവരെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഇടുക്കി മൂലമറ്റം പവർ ഹൌസ് 1 മാസത്തേക്ക് അടയ്ക്കുന്നു. അടുത്ത മാസം 11 മുതലാണ് സമ്പൂർണ്ണ ഷട്ട്ഡൌൺ. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് പവർ ഹൌസ് അടയ്ക്കുന്നത്. പവർ ഹൌസ് അടയ്ക്കുന്നതോടെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ദിവസം 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകും. മഴ തുടർന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട്. കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടികളിലൂടെയെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ GCDയെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അർജന്റീന ടീമും സംസ്ഥാന സർക്കാരും പരിശോധിച്ചു. സ്റ്റേഡിയത്തിൽ സുരക്ഷാ കാര്യങ്ങളിലും പരിമിതിയുണ്ടായി. അത് പൂർത്തീകരിച്ച ഫിഫയുടെ അനുമതി ലഭിച്ചാൽ കളി നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീനയുടെ അവരുടെ ടീമിന്റെ ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസർ വന്നു പരിശോധിച്ചു. 20 ദിവസം മുമ്പെങ്കിലും നമുക്ക് കൊടുക്കണമായിരുന്നു. നമ്മുടെ പരിശോധനയിലാണ് അവിടെ ഫയർ അടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തിയത്. മാത്രമല്ല അതിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. സമയത്തിന് ആ വർക്കുകൾ ഇപ്പോൾ പൂർത്തീകരിച്ച് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യാണ്.
ആ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിഫയുടെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കളി നടത്താം. നോക്കൂ, അതിനും കൃത്യമായുള്ള സുതാര്യമായുള്ള നടപടികൾ അതിൽ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി അത് വിളിച്ചു, അതിന്റെ സർക്കാർ ഉത്തരവ് നിലവിലുണ്ട്, അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേസമയം കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ GCDAയുടെ നടപടിക്രമങ്ങളിൽ സുതാര്യതയില്ലെന്ന് ഉമാ തോമസ് MLA എന്ന നിലയിൽ നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു കൂടിയാലോചനയും നടത്തിയിട്ടില്ല. സ്റ്റേഡിയത്തിന് ബലക്ഷയമുള്ളതാണ്. സ്പോൺസറുടെ പ്രവൃത്തി പരിചയം പരിശോധിക്കണമായിരുന്നു. കരാർ ഒപ്പിട്ടതിലും അവ്യക്തതയുണ്ട്. തനിക്ക് അപകടം പറ്റിയ സമയത്തും സ്റ്റേഡിയത്തിൽ മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്നും ഉമാ തോമസ് പറഞ്ഞു. 67ാമത് സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് സമാപനം. അടുത്ത വർഷത്തെ മേള കണ്ണൂരിൽ നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മേളയിൽ സ്വർണം നേടുന്ന അർഹരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകും. 50 പേർക്കാണ് വീട് വെച്ച് നൽകുക. ഇടുക്കിയിലെ ദേവപ്രിയയുടെ വീടിന് നാളെ തറക്കല്ലിടും. ദേവപ്രിയയെയും TM അതുലിനെയും സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. കായിക താരങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ ഒരുക്കാൻ റെയിൽവേ മന്ത്രാലയം തയ്യാറാകണം. പ്രായത്തട്ടിപ്പിൽ വകുപ്പുതല നടപടി എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ ഇന്ന് സമാപിക്കുകയാണ്. അടുത്ത വർഷം സംസ്ഥാന കായികമേള കണ്ണൂർ ജില്ലയിൽ വെച്ച് നടത്തുന്ന വിവരം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. മേളയിൽ സ്വർണം നേടുന്ന അർഹരായ കായിക താരങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. 50 പേർക്കാണ് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതിന് ചില നോംസ് ഉണ്ടാക്കണം, അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിരവധി കുട്ടികൾ വന്ന് ഇക്കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കുട്ടിയുടെ പ്രശ്നം അപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്ന് തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് നിർദ്ദേശം കൊടുത്തിരുന്നു. മറ്റൊരു കുട്ടിക്ക് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി വാഗ്ദാനം ചെയ്തിരുന്നു. നാളെ രാവിലെ ഗോവിന്ദൻ മാസ്റ്റർ തറക്കല്ലിടുന്നു. ഓൺലൈനായിട്ട് ഞാനും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ സ്വത്ത് കൊള്ള നടത്തിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. 500 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണ് BJP സംസ്ഥാന പ്രസിഡന്റ്. ഹൈക്കോടതി മേൽനോട്ടത്തിൽ SIT അന്വേഷണം വേണം. രാജീവ് ചന്ദ്രശേഖറിനെ സഹായിച്ചവരെ കണ്ടെത്തണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയെയും തിരുവാഭരണ കമ്മീഷണർമാരെയും ഉടൻ ചോദ്യം ചെയ്യാൻ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുക. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്വർണം വാങ്ങിയ കൽപേഷിനെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ജ്വല്ലറി ഉടമ പറഞ്ഞതനുസരിച്ചാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങിയതെന്ന് കൽപേഷ് പറഞ്ഞു. ഉടമയുടെ നിർദ്ദേശം അനുസരിച്ച് താൻ സ്വർണവും മറ്റ് ഉരുപ്പടികളും എടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ട് എന്ന് ഇയാൾ മൊഴി നൽകി. ചെന്നൈയിലെ ജ്വല്ലറിയിലെ ജീവനക്കാരനാണ് രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ്. 13 വർഷമായി ചെന്നൈയിലെ സ്വർണ്ണക്കടയിൽ ജോലി ചെയ്തു വരികയാണ്. ജെയിൻ എന്നയാളാണ് കൽപേഷ് ജോലി ചെയ്യുന്ന സ്വർണ്ണക്കടയുടെ ഉടമ. ശബരിമലയിലെ കട്ടിള കൊണ്ടുപോയി സ്വർണം എടുത്ത കേസിൽ 2ാം പ്രതിയാണ് കൽപേഷ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രതി ചേർത്തത്. ജ്വല്ലറി ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും കൽപേഷ് പറഞ്ഞു. അതിനിടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടുതൽ ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ശബരിമലയിൽ ഉൾപ്പെടെ വൈകാതെ തെളിവെടുപ്പ് നടത്തിയേക്കും. ഇടപാടുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടുത്തിയാകും ചോദ്യം ചെയ്യലിനായി വിളിച്ചുവരുത്തുക. ഉദ്യോഗസ്ഥർ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ മുരാരി ബാബുവിന് പിന്നാലെ ജീവനക്കാർക്കുമെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുരാരി ബാബുവിനെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ശബരിമലയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിലെ 2ാം പ്രതിയാണ് മുരാരി ബാബു. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മറയാക്കിയും ഇൻഷുറൻസ് തട്ടിപ്പ്.
മറ്റൊരാൾക്ക് വാഹനം വിറ്റ് മാസങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം കാലടി സ്വദേശി ഗീത 2 കേസുകളിൽ പ്രതിയായത്. ഗീതയിൽ നിന്ന് വാഹനം വാങ്ങിയ കേശവദാസപുരം സ്വദേശി വിദ്യാധരനായിരുന്നു തട്ടിപ്പിന് പിന്നിൽ. ഇയാൾ വേറെയും നിരവധി ഇൻഷുറൻസ് തട്ടിപ്പ് കേസുകളിൽ ആരോപണ വിധേയനാണ്. കാലടി സ്വദേശി ഗീത എന്ന വീട്ടമ്മ തിരുവനന്തപുരം റൂറൽ എസ്.പിക്ക് കൊടുത്ത പരാതിയാണിത്. തിരുവനന്തപുരം MACT കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിക്കുമ്പോഴാണ് 2 വാഹനാപകട കേസുകളിൽ പ്രതിയാണെന്ന് ഗീത ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത്. 2017 ഓഗസ്റ്റ് 30 തോന്നക്കലിൽ വെച്ച് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു പരാതി. ഗീതയുടെ പേരിലുള്ള സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഭർത്താവ് രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും സ്കൂട്ടറിൽ തോന്നക്കലിലേക്ക് പോയിട്ടുമില്ല. മാത്രവുമല്ല, സ്കൂട്ടർ 2018 ജൂണിൽ വിദ്യാധരൻ എന്നയാൾക്ക് വിറ്റിരുന്നു. ഉടമസ്ഥാവകാശവും കൈമാറി. എന്നിട്ടും എങ്ങനെ കേസിൽ പ്രതിയായി എന്ന ഗീതയുടെ കുടുംബത്തിന്റെ അന്വേഷണമാണ് തട്ടിപ്പിലേക്ക് വെളിച്ചം വീശിയത്. വണ്ടി ഭാര്യയുടെ പേരിലായിരുന്നു. ഭാര്യ ഓട്ടിക്കാറില്ല, ഞാനാണ് ഓട്ടിക്കുന്നത്. ഞാനാണെങ്കിൽ സിറ്റി ഇട്ട് ഒരിടത്തും പോകില്ല. മംഗലാപുരത്ത് വെച്ച് സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മംഗലാപുരം ആ ഭാഗത്ത് വെച്ച് സംഭവിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല, ഒന്നുമില്ല. മാത്രമല്ല, ഈ നോട്ടീസ് കിട്ടുന്ന സമയത്ത് എനിക്ക് വണ്ടി എൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ നോട്ടീസ് പറയുന്ന ഡേറ്റ് അനുസരിച്ച് ആ സമയത്ത് വണ്ടി എൻ്റെ കയ്യിൽ തന്നെയാണ്, വേറെ ആളുടെ കയ്യിലുമല്ല. അങ്ങനെ ഞാനിത് അന്വേഷിക്കാൻ പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴത്തേക്ക് അവിടുന്ന് വ്യക്തമായൊരു കാര്യങ്ങളൊന്നും തന്നില്ല. അപ്പോൾ അവിടെ അന്നത്തെ SI പുതിയ ആളായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി ഞാൻ ഒക്കെ ബോധ്യപ്പെട്ട എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യണം, എനിക്ക് മുമ്പിരുന്ന ആളുകളാണ് ചെയ്തത്, എനിക്കത് കയറി അതിൽ എന്തെങ്കിലും ചെയ്യാനൊക്കില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, റൂറൽ SPക്ക് ഒരു പെറ്റീഷൻ കൊടുക്കുക, എന്നിട്ട് ഞാൻ അത് വരുമ്പോൾ ഞാൻ അത് അന്വേഷിക്കാം. അങ്ങനെ റൂറൽ SPക്ക് പരാതി കൊടുത്തു. പുള്ളി കൊടുത്തു. അന്ന് തന്നെ എല്ലാം അന്വേഷണം പറഞ്ഞുകൊണ്ട് പിന്നെ ഇൻറ്റിമേഷൻ കൊടുത്തു. പിന്നെ റിട്ടേണായി. അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അവിടുത്തെ റൈറ്റർ, അഡീഷണൽ SI, അഡ്വക്കേറ്റ്, പിന്നെ ഇത് ചില സ്ഥിരം ആളുകളുണ്ടെന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത്. ഇതാണ് ഇത് കേസ് ഉണ്ടാക്കിയതാണ്. ഗീത പോലീസിൽ പരാതി നൽകിയതോടെ തിരുവനന്തപുരം MACT കോടതിയിൽ നിന്ന് കേസ് പിൻവലിച്ചു. പിന്നെ വിദ്യാധരനെ 1ാം പ്രതിയാക്കി അതേ കേസ് ആറ്റിങ്ങൽ MACT കോടതിയിൽ ഫയൽ ചെയ്തു. P. ബാലചന്ദ്രൻ നായരായിരുന്നു അഭിഭാഷകൻ. ഇൻഷുറൻസ് കമ്പനിയും സമാന്തരമായ അന്വേഷണം നടത്തി. അപകടം നടക്കുമ്പോൾ വിദ്യാധരനായിരുന്നു വാഹനത്തിന്റെ ഉടമയെന്ന് കണ്ടെത്തി പരാതിയും നൽകി. ഈ കേസിൽ വിദ്യാധരൻ, അഭിഭാഷകൻ, ക്ലർക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റപത്രവും നൽകി. ഈ ഒരു കേസിൽ ഒതുങ്ങുന്നതല്ല വിദ്യാധരന്റെ തട്ടിപ്പ് കഥകൾ. മറ്റൊരു കേസിൽ ഇയാൾ ക്ലെയിം നേടിയെടുത്തത് സൈമൺ എന്നയാളുടെ മെഡിക്കൽ രേഖകൾ ഉപയോഗിച്ചാണ്. ഇതിന് വിദ്യാധരന് ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ M. ഗണേഷ്. പല കേസുകളിലും FIR ഇട്ട് സഹായിച്ചത് കാട്ടാക്കട SI T. സുരേന്ദ്രൻ. വക്കാലത്ത് ഫയൽ ചെയ്തത് അഡ്വക്കേറ്റ് കാട്ടാക്കട സതീഷ് കുമാറും. ഓരോ കേസുകളിലും വിദ്യാധരന്റെ പ്രായവും വിലാസവും മാറും. ഗീതയിൽ നിന്ന് വാങ്ങിയ KL01 BM 5984 എന്ന വാഹനം ഉപയോഗിച്ച് തന്നെ ഇയാൾ പല കേസുകളിലും ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. നെയ്യാറ്റിൻകര MACT കോടതിയിൽ മാത്രം വിദ്യാധരൻ ഉൾപ്പെട്ട 6 കേസുകളാണുള്ളത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. CMRL എക്സാലോജി കരാറിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി അടുത്ത മാസം പരിഗണിക്കും. നവംബർ ആദ്യവാരം വിശദമായ വാദം കേൾക്കും. കേസിലെ വിജിലൻസ് അന്വേഷണ ആവശ്യം സുപ്രീംകോടതി തള്ളിയെന്ന് CMRL കോടതിയെ അറിയിച്ചു. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. പട്നയിൽ 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കെടുക്കും. തൊഴിലവസരങ്ങൾക്കും കുടിയേറ്റം തടയാനുള്ള നടപടികൾക്കും ഊന്നൽ നൽകുന്നതാകും പ്രകടന പത്രിക. EBC വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള വാഗ്ദാനങ്ങളും ഉണ്ടായേക്കും. അതിനിടെ പ്രചാരണത്തിനായി നാളെ രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെത്തും. തേജസ്വി യാദവിനൊപ്പം മുസഫർപൂരിലും ദർബാംഗയിലും സംയുക്ത റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. കൊല്ലം കടയ്ക്കലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. സ്കൂൾ വിട്ടുവരുന്ന വഴി മഴ നനയാതിരിക്കാൻ ബസ് സ്റ്റോപ്പിൽ കയറി നിന്ന 2ാം ക്ലാസ്സുകാരിക്ക് നേരെയാണ് ലൈംഗികാതിക്രമമുണ്ടായത്. പ്രതിയെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി. കഴിഞ്ഞ ദിവസമാണ് സംഭവം.
2ാം ക്ലാസ്സുകാരി സ്കൂൾ ബസ്സിൽ വന്നിറങ്ങിയതിനു ശേഷം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കുട്ടി കയറി നിന്നപ്പോഴാണ് പ്രതി ഉപദ്രവിച്ചത്. ആറ്റുപുറം സ്വദേശിയായ ഷൈജു ആണ് പിടിയിലായത്. ഷൈജുവിനെ കുട്ടിക്ക് പരിചയമുണ്ടായിരുന്നു. ഈ പരിചയം മുതലാക്കിയാണ് പ്രതി കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത്. കുട്ടിയുടെ അടുത്തേക്ക് വന്ന ഇയാൾ വിശേഷങ്ങൾ ചോദിച്ചതിന് പിന്നാലെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടി ബഹളം വെച്ചതോടെ സമീപത്തെ വീട്ടുകാർ ഓടിയെത്തി. ഇത് കണ്ട ഷൈജു ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് വിവരമറിഞ്ഞ നാട്ടുകാർ പ്രതിക്കായി തെരച്ചിൽ നടത്തുകയും തൊട്ടടുത്ത മലയിൽ നിന്നും ഇയാളെ പിടികൂടുകയും ചെയ്തു. കനത്ത മഴ മൂലം കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അമ്മ എത്താൻ വൈകിയിരുന്നു. പോക്സോ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് ചിറ്റൂർ കമ്പാലത്തറയിൽ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ CPM LC സെക്രട്ടറിയെ പ്രതി ചേർത്തു. LC സെക്രട്ടറിയായ ഹരിദാസനെയാണ് കേസിൽ പ്രതി ചേർത്തത്. ഇയാൾ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസമാണ് ചിറ്റൂർ കമ്പാലത്തറയിൽ 1260 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. സംഭവത്തിൽ കണ്ണയ്യൻ എന്നയാൾ പിടിയിലായിട്ടുണ്ട്. LC സെക്രട്ടറി ഹരിദാസും മറ്റൊരാളും ചേർന്നാണ് സ്പിരിറ്റ് എത്തിച്ചത് എന്നാണ് കണ്ണയ്യന്റെ മൊഴി. മഞ്ഞുമൽ ചേരാനെല്ലൂർ ഫെറിയിൽ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നൂറുകണക്കിന് തൊഴിലാളികൾ ഇപ്പോഴും പുഴ കടക്കാൻ വഞ്ചിയാണ് ആശ്രയിക്കുന്നത്. പാലം വരുമ്പോൾ റോഡിന് സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രദേശവാസികളുടെ സ്ഥലം മരവിപ്പിച്ചതും പ്രതിസന്ധിയായിരിക്കുകയാണ്. മഞ്ഞുമ്മലിൽ നിന്നും കളമശ്ശേരിയിൽ നിന്നും നിരവധി പേരാണ് കടത്ത് കടന്ന് ഇടപ്പള്ളി എറണാകുളം ഭാഗത്തേക്കും പറവൂർ കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലേക്കും പോകുന്നത്. ഒരു ദിവസം വഞ്ചിയില്ലെങ്കിൽ ഇവരുടെ ജീവിതം തന്നെ അവതാളത്തിലാകും. ഒരു പാലം വേണമെന്ന വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ഫലമുണ്ടായില്ല. അപ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഒരു ആവശ്യമാണ് ഇങ്ങനെ ഒരു പാലം. ഇനി വലിയൊരു പാലം വന്നില്ലെങ്കിൽ പോലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാലമെങ്കിലും വന്ന് ഈ നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിട്ടുള്ള ഈ ഒരു ആവശ്യം നേടണമെന്നുള്ളതാണ് ഈ കാലം എത്രയും ആവശ്യപ്പെടുന്നത്. ഇപ്പോഴും അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാലം വരുമ്പോൾ റോഡിന് വീതി കൂടി സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി ഫെറി റോഡിൽ ഇരുവശത്തും സ്ഥലം മരവിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ ഭൂവുടമകൾക്ക് കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ 16.5 മീറ്റർ അകത്തേക്ക് മാറി പണിയണം. തങ്ങളുടെ സ്ഥലം മരവിപ്പിച്ചത് വെറുതെയാകരുതെന്ന് മാത്രമാണ് ഇവരുടെ അഭ്യർത്ഥന. കാലതാമസം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണിത്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഒരു പാലം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഈ നിവാസികളെ മുഴുവൻ ഇപ്പോൾ FACറ്റിലെ അമോണിയ ടാങ്കും ഒക്കെ വലിയ അതിനൊക്കെ എന്തെങ്കിലും ഒരു ചോർച്ച വന്നാൽ തന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം ഇവിടെ ഇതേ ഉള്ളൂ. ഈ പാലമേ ഉള്ളൂ അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നിരന്തരമായ ആവശ്യം വേണ്ടപ്പെട്ട അധികാരികളെ മുഴുവൻ ചെവിക്കൊള്ളുമെന്നും എത്രയും വേഗം ഞങ്ങൾക്കിത് സാക്ഷാത്കരിച്ച് ഈ ജനതയെ മുഴുവൻ രക്ഷിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പാലം പണിയണമെന്നാവശ്യപ്പെട്ട 18 വർഷം മുൻപ് കർമ്മപദ്ധതി രൂപീകരിച്ചിരുന്നു. അധികൃതർക്ക് നിരവധി നിവേദനം നൽകിയെങ്കിലും നടപടിയൊന്നും തന്നെ ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. രാജ്യത്തെ ആദ്യ ഡിസൈൻ മൃഗശാലയായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 336 ഏക്കറിലാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക്. ജനുവരിയിലായിരിക്കും പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക. മൃഗങ്ങൾക്കും പക്ഷികൾക്കും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണ് പാർക്കിൽ ഒരുക്കുന്നത്. തൃശൂർ മൃഗശാലയിൽ നിന്നും പുലി, കടുവ, ഒട്ടകപ്പക്ഷി, എമു, 60 മാനുകൾ, മയിലുകൾ, വർണ്ണപക്ഷികൾ, കാട്ടുപോത്ത് എന്നിവയെ പുത്തൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. കിഫ്ബി വഴി ലഭിച്ച 331 കോടി രൂപയിലാണ് സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. പുത്തൂർ കുരിശുമൂലയിൽ വനംവകുപ്പിന്റെ 336 ഏക്കറിലാണ് പാർക്ക്. ആദ്യഘട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണമുണ്ടാകും. ഓമന മൃഗങ്ങൾക്കായുള്ള പ്രത്യേക വിഭാഗമായിരിക്കും കാണികളെ കൂടുതൽ ആകർഷിക്കുക. ഇതിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളെ ഇവിടേക്ക് എത്തിക്കും. വിദേശികളായിട്ടുള്ള മൃഗങ്ങൾ, ഇപ്പം ജിറാഫ്, എലാൻഡ, സീബ്ര, മക്കാവൂസ്, ഗ്രീൻ അനക്കൊണ്ട എന്നിവയെല്ലാം കൊണ്ടുവരാനുള്ള ചിന്ത നടപടി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ വരുമ്പോൾ ഒരു പുതിയൊരു അനുഭവം. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു നല്ല ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സൂ അല്ല അത്. സുവോളജി പാർക്ക് ഒരു ആവാസ വ്യവസ്ഥയാണ്. കാരണം ഇവിടെ മൃഗങ്ങൾ കാണാൻ വേണ്ടി മാത്രമല്ല ഇവിടെ ജനങ്ങൾ വരുന്നത്. ആ ഒരു പ്രകൃതിയിൽ അതെങ്ങനെ ജീവിക്കുന്നു, ആ വന്യതയിൽ എങ്ങനെ ജീവിക്കുന്നു, അത് കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ടായിരിക്കും ആൾക്കാർ വരിക. അപ്പം അങ്ങനെ പുതിയൊരു അനുഭവമായിരിക്കും നമുക്കിവിടെ കാഴ്ചവെക്കാൻ പറ്റുക. പാർക്ക് തുടങ്ങുന്നതോടെ തൃശൂർ മൃഗശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കും. മൃഗശാലയിലുള്ള മാനുകൾ ഒഴികെയുള്ള മുഴുവൻ മൃഗങ്ങളെയും ഉടൻ പുത്തൂരിലേക്ക് മാറ്റും. സഫാരി പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായാൽ മാനുകളെയും പുത്തൂരിലേക്ക് എത്തിക്കാനാണ് പദ്ധതി. ന്യൂസ് 18 കൊച്ചി.
തിരുവനന്തപുരം ബാലരാമപുരം മുടവൂർ പാറയിൽ സ്കൂൾ ബസിന് പിന്നിൽ മിനി ലോറി ഇടിച്ച 8 പേർക്ക് പരിക്ക്. ഇതിൽ 7 പേർ വിദ്യാർത്ഥികളാണ്. നെല്ലിമൂട് സ്റ്റെല്ല മേരീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ബാലരാമപുരം പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂൾ ബസ് പിന്നാലെ വന്ന പിക്കപ്പ് ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാന്റെ മുൻഭാഗം തകർന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന വാഹനത്തിന്റെ മുൻഭാഗം പൊളിച്ചായിരുന്നു പിക്കപ്പ് വാൻ ഡ്രൈവറെ പുറത്തെടുത്തത്. മലപ്പുറം ചന്ദനക്കാവ് ഇക്ബാൽ നഗറിൽ കാർ ബൈക്കിലിടിച്ച് 2 മരണം. മുഹമ്മദ് റഹീസ്, ഭാര്യ റീസ എന്നിവരാണ് മരിച്ചത്. രാവിലെ 8:30യോടെയായിരുന്നു അപകടം. തൃശൂർ മണ്ണുത്തിയിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു. വെറ്റിനറി കോളേജിലെ പന്നി ഫാമിലാണ് രോഗബാധ. ഈ മാസം 10-ന് ശേഖരിച്ച സാമ്പിളാണ് പോസിറ്റീവായത്. ഫാമിൽ 260ഓളം പന്നികളുണ്ട്. പന്നികളെ പ്രോട്ടോകോൾ പ്രകാരം കൊന്നു കുഴിച്ചുമൂടാനാണ് തീരുമാനം. 1 കിലോമീറ്റർ ചുറ്റളവിലെ പന്നികളെയും കൊല്ലും. കൊമ്പൻ കൊണാർക്ക് കണ്ണൻ ചരിഞ്ഞു. തെക്കേപ്പുറത്തെ കെട്ടുതറയിൽ ഇന്ന് രാവിലെയായിരുന്നു ആന ചെരിഞ്ഞത്. ഏറെ നാളായി അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്നു. ഒരാഴ്ച മുൻപ് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് തീരെ അവശനിലയിലായിരുന്നു കൊമ്പൻ. തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട 2 വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ചത് 7ാം ക്ലാസ്സുകാരന്റെയും 8ാം ക്ലാസ്സുകാരന്റെയും ധീരത. മലപ്പുറം വളാഞ്ചേരിയിലാണ് സംഭവം. ഒഴുക്കിൽപ്പെട്ട 2 വയസ്സുകാരി ഫാത്തിമ റിൻഷയെ തോട്ടിലേക്ക് എടുത്തു ചാടി കരക്കെത്തിച്ച് CPR നൽകിയ അമൽ കൃഷ്ണയും നിർണവ് കൃഷ്ണയും ഇപ്പോൾ നാട്ടിലെ താരങ്ങളാണ്. ഇക്കഴിഞ്ഞ 22-നാണ് വളാഞ്ചേരി വൈക്കത്തൂരിലെ ഫാത്തിമ റിൻഷ എന്ന 2 വയസ്സുകാരി ഒഴുക്കുള്ള തോട്ടിലേക്ക് വീഴുന്നത്. അടുത്തുണ്ടായിരുന്ന കുഞ്ഞ് തോട്ടിൽ വീണതറിയാതെ ഉമ്മയും ഉപ്പയും പരിസരത്ത് തിരയുമ്പോഴാണ് തൊട്ടടുത്ത് കൂട്ടുകാരുമൊത്ത് കുളിക്കുകയായിരുന്ന അമലും നിർണവും വിവരമറിയുന്നത്. കുട്ടി വെള്ളത്തിൽ വീണതാകുമെന്ന് ഉടൻ ചിന്തിച്ച ഈ സഹോദരങ്ങൾ തോട്ടിലേക്ക് എടുത്തു ചാടി. ബാക്കി അവർ തന്നെ പറയട്ടെ. കുട്ടി വെള്ളം എടുക്കാൻ പോയപ്പോ കുട്ടിയുടെ കാലിന്റെ അടിയിൽ നിന്ന് മണല് സ്ലിപ്പായിട്ട് കുട്ടി ഒലിച്ചു പോയിട്ടുണ്ടായി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുടെ ഉപ്പ വന്നിട്ട് പറഞ്ഞു കുട്ടീനെ കാണാനില്ല പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി എല്ലാ സ്ഥലത്തും തിരഞ്ഞു. അപ്പൊ കുട്ടീനെ കണ്ടില്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കുട്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടാവും, അല്ലാതെ എവിടെ ഇല്ല. ഞങ്ങൾക്ക് ഉറപ്പായി. അപ്പൊ ഞങ്ങൾ രണ്ടാളും വേഗം തോട്ടിക്ക് ചാടി. അപ്പോൾ അങ്ങനെ കുറച്ച് നീന്തിയപ്പോഴേക്കും ഞാൻ കുട്ടീനെ കണ്ടു. അപ്പോൾ കുട്ടീന്റെ ഉപ്പാനോട് ഫ്രണ്ടിൽ ചാടാൻ പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി കുട്ടീനെ ഒതുങ്ങൂല വെച്ചിട്ട് കുട്ടീനെ ഉപ്പാനോട് ഫ്രണ്ടിൽ ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയും കുട്ടീനെ നേരെ കയറ്റി. അപ്പോഴേക്കും കുട്ടീൻ്റെ ഉപ്പാക്ക് കുട്ടീനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. കുട്ടി കയറാൻ പോലും പറ്റിയില്ല. അങ്ങനെ ഏട്ടൻ കുട്ടീനെ മേടിച്ചു. അതിനുശേഷം CPR കൊടുത്തു. വെള്ളം ഫുള്ള് കളഞ്ഞു. അതിനുശേഷം പിന്നെ കുട്ടിയുടെ ഉപ്പാന്റെ വണ്ടിയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വളാഞ്ചേരി നഗരസഭയിൽ നിന്ന് ലഭിച്ച നീന്തൽ പരിശീലനമാണ് നിർണവിന് തോട്ടിൽ ചാടാൻ ധൈര്യം നൽകിയത്. അബോധാവസ്ഥയിലായ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് മടക്കി വിളിക്കാൻ കാരണമായ CPR നൽകാൻ പ്രചോദനമായത് സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് അംഗമായ അമലിന് ലഭിച്ച CPR പരിശീലനവും. ചെർപ്പുളശ്ശേരി തൂത തെക്കുമുറി നെച്ചിക്കോട്ടിൽ അനിൽ ഉമ ദമ്പതികളുടെ മക്കളാണ് അമലും നിർണവും. നിർണവ് 7-ലും അമൽ 8-ലുമാണ് പഠിക്കുന്നത്. ഇരുവരും ഇന്ന് സ്കൂളിലും നാട്ടിലും കുട്ടിത്താരങ്ങളാണ്. ന്യൂസ് 18 തിരൂർ.